നമസ്കാരം. ന്യൂസിലാൻഡിൽ വന്നിട്ട് പല ആളുകളും ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ന്യൂസിലാൻഡിൽ ക്യാപ്പിന് ഇത്രയും നാൾ റീഫണ്ട് കിട്ടിയിരുന്നു. ആ റീഫണ്ട് നിർത്താൻ പോവുകയാണ് എന്നൊരു കാര്യം പലരും അറിഞ്ഞു കാണും. അത് എന്ന് മുതലാണ് അത് നിലവിൽ വരിക, അത് എന്തുകൊണ്ടാണ് നിർത്താൻ പോകുന്നത്, ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ മെയിനായിട്ടിത് നിർത്താൻ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം വേറെ ഒന്നും കൊണ്ടുമല്ല. ഇത് ക്യാപ്പ് കഴിഞ്ഞ് ഈ $10,000 കിട്ടിയതിന് ശേഷം അവർ ജോലി ആ $10,000 വരുന്നവരെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചെയ്ത് അല്ലെങ്കിൽ കെയർ ഹോമിൽ എവിടെയും കയറി ചെയ്തിട്ട് അത് കഴിയുമ്പോൾ തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക്, ഇവിടെ നിൽക്കുന്ന ഗവൺമെൻറ്റിന് ഇവർക്കിങ്ങനെ ക്യാപ്പ് ഫ്രീ ആയി കൊടുക്കുന്നതുകൊണ്ട് ഒരു ലാഭവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. രണ്ടാമത് വേറൊരു കാര്യം, ഇവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ സ്റ്റാഫായി. വളരെ ചുരുക്കം കെയർ ഹോമുകളിൽ ഇടയ്ക്കൊരു വേക്കൻസി വരുന്നല്ലാതെ ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട്, എന്നാലും വളരെ ചുരുക്കമാണ്. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ക്യാപ്പ് കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ ഒന്നെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ദുബായ്, ഖത്തർ, സൗദിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്തതിന് ശേഷം അവർ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം അവർ നേരെ അങ്ങോട്ട് തന്നെ പോയിട്ട് അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ കയറുന്നു. പക്ഷേ ജോലി കിട്ടുന്നവരുമുണ്ട്, വളരെ ചുരുക്കം പേര് ജോലി കിട്ടുന്നവരുമുണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ യൂട്യൂബർമാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വന്നു കഴിഞ്ഞ് നമുക്ക് ആ എക്സ്പെൻസൊക്കെ വഹിച്ച് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. ഏതായാലും ഈ ക്യാപ്പ് റീഫണ്ട് നിർത്താൻ പോവുകയാണ്. അത് നിർത്തുന്നത് എന്ന് മുതലാണെന്ന് വിശദമായിട്ടൊരു ഇന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് വിശദീകരിക്കുമെന്ന്. ഫസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചു വിടാം. യു ക്യാൻ സ്റ്റിൽ അപ്ലൈ ഫോർ എ റീഫണ്ട് ഓഫ് ക്യാപ്പ് കോസ്റ്റ് അപ് ടു 10,000. ഇന്ന് വരെ ഇപ്പോഴും അപ്ലൈ ചെയ്യാമെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. യു കംപ്ലീറ്റ് ക്യാപ്പ് ആൻഡ് സ്റ്റാർട്ട് എംപ്ലോയ്മെൻറ്റ് ആസ് ആൻ RN ഇൻ ഏജ്ഡ് കെയർ ബിഫോർ 30 സെപ്റ്റംബർ 2024. ഇതിപ്പോൾ ഏജ്ഡ് കെയറിൻ്റെ കാര്യമാണ് ഇവർ പറഞ്ഞേക്കുന്നത്, പക്ഷേ ഇത് ഹോസ്പിറ്റലും ഇത് തന്നെയായിരിക്കണം. അതായത് സെപ്റ്റംബർ 30 മുമ്പ് ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും നേഴ്സായിട്ട്, അതായത് പെർമനൻറ്റ് ഷിഫ്റ്റായിട്ട് കയറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ റീഫണ്ട് പ്രോഗ്രാം പ്രോസസ് കംപ്ലീറ്റ്ലി ഓൺ 31 ഒക്ടോബർ 2024. അതായത് ഒക്ടോബർ 31 ഈ സംഭവം മൊത്തത്തിൽ അങ്ങ് എടുത്ത് കളയും. അപ്പോൾ ഇപ്പോൾ വരുന്നവർക്കും ഇപ്പോൾ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്കും ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോഴും അപ്ലൈ ചെയ്യാം. ടു അപ്ലൈ ഫോർ ദ ഫണ്ട് യു മസ്റ്റ് ഹാവ് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് അവർ പറയുന്നത്. കൺഫർമേഷൻ ഫ്രം ദ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ദാറ്റ് യു നീഡ് ടു കംപ്ലീറ്റ് എ ക്യാപ്പ് കോഴ്സ്. അതായത് കോഴ്സ് കഴിഞ്ഞ് ആ നമ്പർ നിങ്ങൾക്ക് കിട്ടണം. കൺഫർമേഷൻ ഫ്രം എ ക്യാപ്പ് പ്രൊവൈഡർ, ദ സ്റ്റാർട്ട് ഡേറ്റ് ഫോർ ദ കോഴ്സ് ഓർ എക്സാം. യു വിൽ നീഡ് ദിസ് ഇൻഫർമേഷൻ ബിഫോർ യു ഫിൽ ഔട്ട് ദ ഫോം. നമ്മൾ ഈ ക്യാപ്പിന് അപ്ലൈ ചെയ്യേണ്ട ഫോം അത് എത്ര പേർക്ക് അറിയാം, എവിടെയാണെന്ന് അറിയാമെന്നില്ല. ഞാൻ ഏതായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ക്യാപ്പിൻ്റെ നമ്മൾ റീഫണ്ട് കിട്ടുന്നുള്ള ഫോം ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾ അത് നോക്കി വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര മണിക്കൂറിന്. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈമാണ് കിട്ടുന്നതെങ്കിലാണ് 10,000 കിട്ടുന്നത്. അല്ലെങ്കിൽ അവേഴ്സിനനുസരിച്ച് അതിൻ്റെ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് ഓപ്പൺ ചെയ്യുക, അപ്പോൾ ആ ഫോം വരും. ഇത് മൊത്തം വിശദമായി നോക്കിയതിന് ശേഷം നിങ്ങൾ ക്യാപ്പ് റീഫണ്ടിന് അപ്ലൈ ചെയ്യുക. ഇമിഗ്രേഷൻ സൈറ്റിലും വിശദമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നോടെയും വായിക്കാം, ഒന്നോടെയും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. യു ക്യാൻ സ്റ്റിൽ അപ്ലൈ ഫോർ എ റീഫണ്ട് ഓഫ് ക്യാപ്പ് കോസ്റ്റ് അപ് ടു 10,000. യു കംപ്ലീറ്റ് ക്യാപ്പ് and start employment as an RN in aged care before 30 September 2024. The refund program closes completely on 31st October 2024. To apply for the fund, you must have confirmation from the Nursing Council of New Zealand that you need to complete a CAP course. Second one, confirmation from a CAP provider. Third one, the start date for the course or exam. You will need this information before you fill out the form. ഇത്രയും സാധനങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. ഫോം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ